എല്ലാവർക്കും നമസ്കാരം. ഞാൻ ത്രിമധുരം ഗ്രൂപ്പിലെ അനുഭവങ്ങൾ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഇമോഷണലി നിങ്ങളെല്ലാവർക്കും അറ്റാച്ച്ഡ് ആവുന്ന ഒരു അനുഭവമാണ് ഞാനിന്ന് പറയുന്നത്. ഈ ഒരു വോയിസ് നമ്മുടെ ഗ്രൂപ്പിൽ വന്നിരുന്നു. ഗ്രൂപ്പിൽ വന്ന് കേട്ട് കണ്ണീരണിയാത്തവരായി ആരുമില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അതുകൊണ്ട് തന്നെ ചേച്ചി അത് എഴുതി അയച്ചു തന്നു എല്ലാവരുടെയും അഭ്യർത്ഥന പ്രകാരം. അത് ഞാൻ നിങ്ങളോട് പറയാണ്. നിങ്ങൾ ഓരോരുത്തർക്കും ഈ ഒരു അനുഭവം റിലേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു സംശയവുമില്ല. അമ്മമാരല്ലേ ഈ ഗ്രൂപ്പിൽ കൂടുതലുള്ളത്. അപ്പോൾ പ്രത്യേകിച്ചും എല്ലാവർക്കും അമ്മയോട് സ്നേഹമുള്ള മക്കളും എല്ലാവരും ഇത് കേൾക്കുക എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥനയുള്ളത്. അപ്പോൾ കേൾക്കാം. നമസ്കാരം ശ്രീകാന്ത് സാർ. ഞാൻ ത്രിമധുരം ഗ്രൂപ്പിൽ വന്നിട്ട് 2 വർഷത്തോളമായി കാണും. അന്നു മുതൽ കരുതി വെച്ച ഒരു അനുഭവം പറയാൻ ഇതുവരെ സമയമായിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഭഗവാൻ ഇപ്പോൾ എനിക്ക് പുതിയ ഒരു അനുഭവം പറയുന്നതിനായി നൽകിയിരിക്കുകയാണ്. സർ, ഞാനൊരു 3 വർഷമായി ആഗ്രഹിക്കുന്നു ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്നതിനായി. ആദ്യം ഞാൻ പറഞ്ഞ അനുഭവം ഞാനും ഹസ്ബൻഡും ഗുരുവായൂരപ്പനെ ചെന്ന് കണ്ടതിന് ശേഷം പറയാമെന്ന് കരുതി വെച്ചിരുന്നതാണ്. അത് നടക്കാത്തത് കൊണ്ടാണ് അത് പറയാത്തത്. പക്ഷേ ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം എപ്പോഴും ഞാൻ അറിയുന്നുണ്ട്. അനുഗ്രഹങ്ങൾ ഒരുപാട് ഭഗവാൻ നൽകുന്നുണ്ട്. ഭഗവാനെ പോയി കാണാൻ പറ്റാത്തൊരു സങ്കടം എപ്പോഴും ഉള്ളിലുണ്ട്. അത് എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ സമയമായില്ലായിരിക്കാം. ഭഗവാൻ എപ്പോഴും എനിക്കൊപ്പം ഉണ്ട്. അത് എനിക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഹരേ കൃഷ്ണ. സർ, ഞാൻ എൻ്റെ അനുഭവം പറയാം. കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മ ഞങ്ങളെ വിട്ടുപോയിട്ട് 5-ാമത്തെ വർഷം തികയുന്ന ദിവസമായിരുന്നു. സഹോദരങ്ങൾ 2 പേരും ഓച്ചിറ അമ്പലത്തിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയുടെ ഓർമ്മ ദിവസമായതുകൊണ്ട് ഞങ്ങൾ 3 മക്കളും കൂടി ഓച്ചിറ അമ്പലത്തിൽ ഒരുമിച്ച് കൂടി അവിടുത്തെ വഴിപാടുകളൊക്കെ കഴിച്ച് പ്രസാദം കഴിച്ച് ഉച്ചയായപ്പോഴേക്കും ഞാൻ എൻ്റെ അച്ഛനും അമ്മയും ഉറങ്ങുന്ന എൻ്റെ വീട്ടിലേക്കായി പോകാമെന്ന് കരുതി ഓച്ചിറയിൽ നിന്നും കരുനാഗപ്പള്ളിയിലുള്ള എൻ്റെ വീട്ടിലേക്ക് പോയി. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടതിന് ശേഷം എനിക്ക് വീട്ടിലേക്ക് പോകുന്നത് ഭയങ്കര മനസ്സിന് വിഷമമാണ്. എന്തോ ഒരു വലിയ ഭാരം പോലെയാണ്. വഴിയിലെത്തുമ്പോൾ തന്നെ ഉള്ളിൽ വല്ലാത്ത ഒരു വേദനയാണ്. വല്ലാത്ത ഒറ്റപ്പെടലും ശൂന്യതയും എന്നിൽ നിറയുന്നത് ഞാൻ അറിയാൻ തുടങ്ങും. അങ്ങനെ പലതും ചിന്തിച്ചും വിഷമിച്ചും ഞാൻ വീട്ടിലെത്തി. വീട്ടിൽ ചെന്നാൽ സാധാരണ ആരും കാണാറില്ല. സഹോദരനും ഭാര്യയും ജോലിക്ക് പോകും, മകനുള്ളത് സ്കൂളിൽ പോകും. വീട്ടിൽ ആരുമില്ലല്ലോ. ഞാൻ നേരെ അച്ഛനും അമ്മയും ഉറങ്ങുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ നിന്ന് പ്രാർത്ഥിച്ച് വല്ലാത്ത സങ്കടവും വിഷമവും ഒക്കെ വന്നു. ഞാൻ ആ മണ്ണിലിരുന്നു. അപ്പോഴേക്ക് എനിക്ക് വല്ലാത്ത സങ്കടം വന്നു. അച്ഛനോടും അമ്മയോടും ഞാൻ പറഞ്ഞു, ഞങ്ങളെ അനാഥരാക്കിയിട്ട് എന്തിനാ അമ്മയെ പോയത്? ഞങ്ങൾക്ക് ആരും ഇല്ലാതായില്ലേ? ഞങ്ങളെ കാത്തിരിക്കാൻ ആരുമില്ലാതായില്ലേ? എൻ്റെ അമ്മ ഇടയ്ക്കൊന്ന് വരാമോ? കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു. എനിക്കൊരു ഉമ്മ തരാമോ? എത്ര നാളായി എൻ്റെ അമ്മക്കിളിയുടെ ഒരു ഉമ്മ കിട്ടിയിട്ട്. ഒരു കാറ്റായിട്ടെങ്കിലും ഒന്ന് വാ എൻ്റെ അമ്മേ, ഒരു ഉമ്മ താ അമ്മേ എന്നൊക്കെ ഞാൻ അമ്മയോട് കരഞ്ഞു പറഞ്ഞുകൊണ്ടേയിരുന്നു. കേൾക്കാൻ ആരുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ അമ്മയോടുള്ള സങ്കടം എല്ലാം നന്നായിട്ട് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ നാത്തൂൻ വന്നു. കുറച്ച് സമയം അവിടെ ചെലവഴിച്ചിട്ട് ഒരു 4:30 ആയപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോവാനായിട്ട് ഇറങ്ങി. അപ്പോൾ സഹോദരൻ്റെ ഫോൺ വന്നു. കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പയ്യൻ്റെ ഉമ്മ സുഖമില്ലാതെ ഇരിക്കുകയാണ്. എന്നോട് മുമ്പ് പറഞ്ഞിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു, നമുക്ക് അമ്മയുടെ ആണ്ടിൻ്റെ അന്ന് ആ ഉമ്മയെ കാണാൻ പോകാം, ഞാനും കൂടി വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി ആ സഹോദരൻ്റെ വീട്ടിലെത്തി. അവിടെ ഒരു ഉമ്മയും ഒരു മകനും മാത്രമാണ് ഉണ്ടായിരുന്നത്. ചെവിക്ക് കുറച്ച് കേൾവിക്കുറവുണ്ട്. എന്നാലും നല്ല സ്നേഹമുള്ള ഉമ്മയായിരുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ മുന്നേ അറിയുന്നത് പോലെ കയ്യിലൊക്കെ പിടിച്ച് സംസാരിക്കുകയും ചെയ്തു. ഞങ്ങൾ 2 പേരും അവിടെ ആദ്യമായിട്ട് പോവുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഉച്ച തൊട്ട് കാത്തിരിക്കുകയായിരുന്നു, നിങ്ങളെ നോക്കിയിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ മകൻ പറഞ്ഞു, ഉമ്മ കയറി ഇറങ്ങി ഇങ്ങനെ നിങ്ങളെ നോക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സങ്കടം വന്നു. ഞങ്ങളെ കാത്തിരിക്കാൻ ആരുമില്ല എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞതിന് ഭഗവാനായിട്ട് പറയുകയാണോ എന്ന് എനിക്ക് തോന്നി. ഞാനപ്പോൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്കൊരമ്മയുണ്ടായിരുന്നു, ഞങ്ങളെ കണ്ണും നട്ട് കാത്തിരിക്കുന്ന ഒരമ്മ. സങ്കടം എനിക്ക് അടക്കാൻ പറ്റിയില്ല. ഉമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ അത്ഭുതവും തോന്നി. ഉമ്മയ്ക്ക് ഞങ്ങൾക്കൊന്നും തരാൻ കഴിയാത്തതിൽ വലിയ വിഷയമായി. ഞാൻ പറഞ്ഞു, നോയമ്പല്ലേ അമ്മ, ഇനി ഒരു ദിവസം ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒരു മകൻ പോയിട്ട് നോയമ്പ് കഞ്ഞി വാങ്ങിച്ചുകൊണ്ട് വന്നു. അത് ഞങ്ങൾ 2 പേരും കുടിച്ചു. ഉമ്മയ്ക്ക് സന്തോഷമായി. ഉമ്മയുടെ കൈകളിൽ പിടിച്ചപ്പോൾ എനിക്ക് എൻ്റെ അമ്മയുടെ കൈകളിൽ പിടിക്കുന്ന പോലെയാണ് തോന്നിയത്. അതേ വിരലുകളും എല്ലാം. ഞാൻ ആ ഉമ്മയിൽ എൻ്റെ അമ്മയെ കാണുകയായിരുന്നു. ശരി ഉമ്മ, ഞങ്ങൾ ഇനി ഇറങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ ഉമ്മ എന്നെ ചേർത്ത് നിർത്തി പ്രായാധിക്യത്തിൽ ക്ഷീണിതയായ കൈകൾ കൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചു. നെറ്റിയിലും കവിളിലും ഒരുപാട് ഒരുപാട് ഉമ്മ തന്നു. ആ കവിളിൽ ഞാൻ എൻ്റെ അമ്മയുടെ സ്നേഹവും വാത്സല്യവും മൃദുലതയും തണുപ്പും എല്ലാം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. അമ്മയുടെ മണം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു.
ഗുരുവായൂരപ്പൻ ആ ഉമ്മയിലൂടെ എൻ്റെ അമ്മയുടെ ഗുരുവായൂരപ്പൻ്റെ സ്നേഹം നിറയ്ക്കുകയായിരുന്നു. ഇത് കണ്ട എൻ്റെ സഹോദരൻ്റെയും കണ്ണു നിറഞ്ഞു. ഒരു ഉമ്മ ചോദിച്ചപ്പോൾ ഭഗവാൻ എനിക്ക് 1000 ഉമ്മ തന്നു. എങ്ങനെ ഈ ദിവസം കഴിച്ചുകൂട്ടുമെന്ന ദുഃഖഭാരത്തിൽ വീട്ടിലേക്ക് പോയ ഞാൻ മനസ്സ് നിറയുന്ന നിർവൃതിയോടെ എല്ലാ ഭാരവും ഒഴിഞ്ഞ് തിരികെ എൻ്റെ വീട്ടിലേക്ക് വരാൻ കഴിഞ്ഞു. എല്ലാം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. ഞാനിത് വായിക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സ് ഇതിൽ കൊടുത്തിട്ടില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മനസ്സ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കത് പൂർത്തിയാക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ വേറെ ഏതൊക്കെയോ ചിന്തയിലൂടെ എഴുതിയത് വായിക്കുകയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇമോഷനിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങിയാൽ എനിക്കിത് മുഴുമിപ്പിക്കാൻ പറ്റില്ലായിരുന്നു എന്നുള്ള 100% ഉറപ്പാണ്. നമ്മൾ ആ ഒരു ഫീലിങ്ങിലൂടെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. എന്താ പറയേണ്ടത്? ഒന്നും പറയാനില്ല. പിന്നെ ഈ അനുഭവം നിങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കുക. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ എല്ലാവരിലേക്ക് എത്തിക്കുക.